ഹായ് ഹായ് ഗായ്സ്. ഇന്ന് വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് കിട്ടിയത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ്. ഞാനിന്നലെ ഒരു വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു 5 വയസ്സുള്ള കുട്ടിയുണ്ട്. അപ്പോൾ കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഉള്ള ഒരു കുട്ടിയാണ്. അപ്പം കുട്ടിയുടെ അമ്മ എന്നോട് തുടങ്ങിയപ്പോൾ ഈ കുട്ടി പറയാണ്, അമ്മ വഴക്ക് ഉണ്ടാവുമോ, അവന് പേടിയാണ്. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരാൾ, നമ്മുടെ പങ്കാളി മരിച്ചു കഴിയുമ്പോൾ പറയുന്ന ഒരു ടൈമുണ്ട്, ബിറൈമെൻറ്റ് പീരീഡ്. നമ്മൾ സപ്പോർട്ട് കൊടുക്കും. അത് പാലിയേറ്റീവ് കെയർ പറയുന്നതാണ്. ആ മരിച്ചു കഴിഞ്ഞ സമയം ഒരു 6 months to 1 year അവർക്ക് ആ മരണത്തിൽ നിന്നും മോചിതയാവാൻ ഒരു സമയമെടുക്കും. ഇതിനേക്കാൾ ഭീകരമല്ലേ നമ്മളുടെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ രക്ഷകർത്താക്കൾ തമ്മിലുള്ള ഫൈറ്റും പിരിഞ്ഞു പോകലും. ഒരു ഫാമിലി എന്ന ചട്ടക്കൂടിനകത്ത് ജീവിക്കുന്ന പലർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് വി പീപ്പിൾ ആർ ഇൻ എ സേഫ് സോൺ. മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇവർ കടന്നു പോകുന്ന പീരീഡ്, അതായത് നമ്മളോട് ഒരാളെ കൊല്ലാൻ, മാനസികമായി തകർക്കാൻ ഏറ്റവും വലിയ മാർഗം അവരെ സ്നേഹത്തിൽ കുളിപ്പിക്കുക, നമ്മൾ എന്നിട്ട് ഇട്ടേച്ച് പോവാം എന്നാണ് പറയണത്. ആക്ച്വലി അപ്പം അങ്ങനെ എന്താ പറയുന്നത്, ഉള്ളൊരു ടൈമിൽ അങ്ങനെ സെപ്പറേറ്റഡായി പോകുന്ന ഒരു കുട്ടിക്കും അമ്മയോടും നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയുടെ അന്നം മുടക്കാനോ അവരുടെ തൊഴിലില്ലാതാക്കാനോ അവരുടെ എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങൾ നിങ്ങൾ ഒരു പാരയായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബൈബിളിൽ 1 രൂപ വിധവ കൊണ്ടുവെക്കുമ്പോൾ ജീസസ് ആ 1 രൂപയ്ക്കാണ് കോടികൾ കൊടുത്തതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇങ്ങനെ ഉള്ളവരെ അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അവർ കടന്നു പോകുന്ന വലിയൊരു ഫേസിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ചെറിയ സമയത്തിലൊക്കെ, ചെറിയ ടീനേജ് ടൈമിലൊക്കെ നമുക്ക് ഒത്തിരി അഫെയേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പം അതിന് കുറേ ക്രഷ് അങ്ങനെയൊക്കെ പറയും. സത്യത്തിൽ ഒരു പരിധി വരെ ഇതിന് വലിയ നമ്മുടെ മെൻ്റൽ ഹെൽത്തിലൊരു റോളുണ്ട്. ഈ ക്രഷിനും വെറുതെ നമ്മളൊരാളെ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മളൊന്ന് അവരറിയാതെ നമ്മളൊന്ന് സ്നേഹിച്ച് നോക്കിയാൽ തന്നെയും നമ്മൾക്ക് സ്നേഹമാണ് കേട്ടോ. സ്റ്റോപ്പ് ചെയ്യാം. കുറച്ച് ഒരു കാര്യം പറയുമ്പോൾ വ്യക്തമായി പറയല്ലോ, മാംസനിബദ്ധമല്ല രാഗം, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അതൊരു എനർജി എല്ലാവർക്കും കൊടുക്കും, മനസ്സിലായോ? അപ്പോൾ ഈ എനർജി ലെവലിൽ നമ്മളിപ്പോൾ ക്രഷുകളുണ്ട്. നമ്മൾ എത്ര ക്രഷുകളെയും എത്ര ആൾക്കാരെയും വിട്ടേച്ച് പോയിട്ടുണ്ട്. ഇറ്റ്സ് ഈസി. പക്ഷേ നമ്മുടെ കുട്ടിയുടെ അപ്പൻ, അത് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നതെന്ന് പറയുന്നത്, ഈ ഭാര്യാ പദവി നമുക്ക് പോയാൽ ഡസൻറ്റ് മാറ്റർ. പക്ഷേ ഈ കുട്ടികളുള്ള സ്ത്രീകൾ വളരെ സ്ട്രഗിൾ ചെയ്യും. അവർ ഈ ഉപേക്ഷിച്ച് പോയ പാർട്ട്ണർ വേറൊരു കുട്ടിയെ ഉണ്ടാവുമ്പോഴും അവരുടെ ജീവിതം ഇതൊക്കെ കാണുമ്പോൾ ഇവർ ഒരു മരിച്ച അവസ്ഥയിലേക്ക് എത്തും. ഏറ്റവും ഭീകരമായ അവസ്ഥയാണ്. അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾ അങ്ങനെ ഉപദ്രവിച്ചാൽ, ഈ പുരാണങ്ങളിലെല്ലാം പറയുന്നുണ്ട്, ഈ നമ്മൾ ആയുധം എടുക്കുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കഴിവുള്ള ആണെങ്കിൽ മാത്രമേ നമ്മൾ ആയുധം എടുക്കാവൂ. നിങ്ങളൊന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ എന്തുകൊണ്ട് ഇവർക്കെതിരെയൊക്കെ ഈ ഫാമിലി ആയിട്ട് താമസിക്കുന്നവർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ നട്ടെല്ല് വളഞ്ഞായിരിക്കുന്ന എസിൻ്റെ ഷേപ്പിൽ, സോ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ഞാനത്
പ്രാർത്ഥനയിലൂടെ മാറ്റിയെടുത്തത്. ഞാനവിടെ എന്തു പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് എ ടെസ്റ്റിമണി. എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല, ഒരു വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് ഞാൻ നിന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടുപിടിക്കാതിരിക്കാൻ മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. എല്ലാ പുരാണങ്ങളിലും എല്ലാ പാപങ്ങൾക്കുമുള്ള പാപങ്ങളിലേക്കുള്ള ഞാനൊരു പേപ്പർ കാണിച്ചില്ല. ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ തന്നെ നെറ്റിപ്പോയി. 150ഓളം പാപങ്ങൾ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യാത്തവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പാപങ്ങളാണോ? ഞാൻ തന്നെ നെട്ടിപ്പോയി. അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഗീതയോ ബൈബിളോ ഖുർആനോ ഒക്കെ പഠിക്കാൻ പോകണം, എങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ ചെയ്യുന്നത് പാപങ്ങളാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം മറ്റൊരാളെ എമ്പതി എന്ന് പറയുന്ന വാക്ക് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇത് ഈസിയാണോ എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ നട്ടല് ഇങ്ങനെ ഒടിഞ്ഞ സമയത്ത് ഒടിഞ്ഞതല്ല, വളഞ്ഞിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നേരെ ഇരിക്കുന്ന നട്ടല് ഇറ്റ്സ് ഇൻ ദ ഷേപ്പ് ഓഫ് എസ് ഷേപ്പ്. ഞാൻ ചെല്ലുന്ന കൺസൾട്ടേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ചോദിക്കും, ഹൗ യു ക്യാൻ, നിങ്ങൾക്ക് എങ്ങനെ സ്കൂട്ടർ ഓടിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാം. ഞാൻ ദിവസം 48 കിലോമീറ്റേഴ്സ് 50 കിലോമീറ്റേഴ്സൊക്കെ സ്കൂട്ടർ ഓടിച്ചു പോകേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലരോടും ഈ സ്കൂട്ടറിലൊന്ന് കയറ്റാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പോകാൻ വയ്യ. And there was nobody to help me because I am not ready for compromises. I think you people can understand. അപ്പോൾ എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ട് ഉണ്ട് ഗൂഗിള്. അപ്പോൾ ഗൂഗിള് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുക. ഹീസ് ടേക്കിംഗ് 3000 mg ലൈക്ക് ഈ സീഷർ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുകയാണ്. ഈ പുള്ളിക്ക് എപ്പോഴും സീഷർ വരും. സീഷർ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നതിൽ ഇടയ്ക്കിടയ്ക്ക് സീഷർ വരും. അപ്പോൾ എനിക്ക് കിലോമീറ്ററിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പം ഈ ആളോട് ഞാൻ ചോദിച്ചു, എന്നെ ഒന്ന് സഹായിക്കാമോ? ഹീ ഈസ് എ ഡിസേബിൾഡ് പേഴ്സൺ. ഹീ ടോൾഡ് മീ ഐ ക്യാൻ. ഇന്നും ഏകദേശം ഒരു 4 വർഷത്തോളമായിട്ട് ഈ കിലോമീറ്റേഴ്സ് ഈ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സീഷർ മെഡിക്കേഷൻസ് എടുക്കുന്ന ഈ മനുഷ്യൻ ആണ് എന്നെ. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇഞ്ചക്ഷന് ഒരു മെഡിസിന് പോയി നമുക്ക് അവിടുത്തെ പേയ്മെൻറ്റും പെട്രോളും നമ്മൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഒരുപാട് തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരുപാട് ചാർജസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കാറ് ഇസ് നോട്ട് എ ഓപ്ഷൻ. ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഈ ഇവൻസ് വരും ചിലപ്പോൾ. ഈ ഇവൻസ് മീൻസ് ഈ എപ്പിലെപ്സിയാണ്. അപ്പം ഹിസ് എപ്പിലെപ്സി ഈസ് ലൈക്ക് മെമ്മറി ലോസ്. വളരെ വലിയ ട്രാഫിക്കിൽ ചിലപ്പം വരും. സോ ഐ യൂസ് ടു സ്റ്റോപ്പ് വെഹിക്കിൾസ് നിർത്തിയിട്ട് ഇവൻ്റ് കഴിയുന്ന ഞങ്ങൾ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ആൾ എന്തുകൊണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്? ബിക്കോസ് ഹീ നോ ഒരു രോഗം കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതെല്ലാം പ്രാർത്ഥനയുടെ ഫലമാണ്. ഞങ്ങൾ പോകുന്ന വഴിയിലൊന്നും ഒരു ആക്സിഡൻറ്റ് പോലും ഉണ്ടായിട്ടില്ല. ആകെ കൂടെ ഈ 4 വർഷത്തിനുള്ളിൽ ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഈ ആൾക്ക് വഴിയിൽ വെച്ച് എപ്പിലെപ്സിയുടെ ഇത് ലോസ് ഓഫ് മെമ്മറി. ഇറ്റ്സ് ലൈക്ക് പിന്നെ ചോദിക്കും ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കും. ആരോഗ്യമുള്ള ഒരാൾ പോലും എന്നെ സഹായിക്കാൻ തയ്യാറായില്ല എന്ന് പറയും പോലെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഈ വിറൈമെൻറ്റ് പീരീഡ് പോലെ തന്നെയാണ് നമ്മളെ ഒരാൾ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ. പ്രത്യേകിച്ചും ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട് എന്നെ വേദനിപ്പിച്ച ഒരുപാട് വസ്തുക്കൾ. ഒന്ന്, ആ മകൻ അമ്മയെ വെട്ടിക്കൊന്നത്. നിങ്ങൾ ഈ ഡ്രഗ് അഡിക്ട്സും ആൽക്കഹോളിക്കും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മൾ എന്തൊരു വസ്തുവാണോ ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പെട്ടെന്ന് നിർത്താൻ അവരോട് പറയരുത്. കുഞ്ഞുങ്ങൾ പെട്ടുപോയി മനസ്സിലായി. അപ്പോൾ അവരുടെ വളരെ സ്നേഹത്തോടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി കുടുംബത്തിലെ ഒരാൾ അവർക്കൊപ്പം നിന്ന് അവരെ ഒരു സ്റ്റേജ് വരെ, ഞാൻ ഈ നിംഹാൻസിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്, കൊണ്ടുവന്ന് കുറച്ച് സമയം ചിലവാക്കി അവരുടെ കൂടെ നിൽക്കണം. ഈ സെയിം ഗ്രൂപ്പിൽ തന്നെ ഇവർ വീണ്ടും പെട്ടുപോകുമ്പോൾ നമ്മളെപ്പോഴും അവരെ ബ്ലെയിം ചെയ്യുമ്പോഴുമാണ് ആ അമ്മയെ എന്തു വേദനിച്ചിരിക്കും. നമുക്കത് തടയാൻ പറ്റും.
ഞാൻ അതിന് ഈ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൽ നിന്ന് ഫോളോ അപ്പ് നേരെ ചെയ്യാതാവുമ്പോഴും അതിനെക്കുറിച്ച് ഞാൻ ഇനി വേറൊരു വീഡിയോ എനിക്കറിയാവുന്ന രീതിയിലിടാം. ഇപ്പം ഞാൻ പറയുന്നത് ഈ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളുടെ എനർജി ലെവൽ വളരെ കുറവായിരിക്കും. ഒരു സ്ഥാപനത്തിലേക്ക് ഇവർ ജോലിക്ക് അങ്ങനെയൊക്കെ പോകുമ്പോൾ പ്രൊഫഷണൽ ജലസി, സാധാരണ ജലസി, കോമ്പറ്റീഷൻസ്, ഇതിലൊന്നും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ ഇൻ ലോ എനർജി. ഈ കുട്ടികളുടെ അപ്പനെ അല്ലെങ്കിൽ അമ്മയെ നഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ വളരെ വലിയ ഇമ്പാക്റ്റാണത്. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് മരിച്ചു പോകുന്നതിനേക്കാളും വിഷമമാണ് നമ്മളെ ഇട്ടേച്ച് പോകുമ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരു വീട്ടിൽ 4 പേരുണ്ടാവും. ഇതിലൊരാൾക്ക് തൂക്കും തുടയ്ക്കും, ഒരാൾ മറ്റു ജോലികൾ ചെയ്യും, ഇങ്ങനെയൊക്കെ സഹായിക്കാനുണ്ട്. ഈ ഒരു സിംഗിൾ പാരൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തനിച്ച് ചെയ്യണം. അപ്പോൾ അവരിൽ വളരെ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. പലയിടത്തുനിന്നുമുള്ള ആക്രമണങ്ങൾ നമുക്കുണ്ടാവും. പലയിടത്തുനിന്ന് നമുക്ക് പിന്നെ എന്തുവാ ലൈക്ക് നമ്മൾ പ്രലോഭനങ്ങളെ കടന്നു പോകണം, നമ്മൾ പൈസ ഉണ്ടാക്കണം, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. പിന്നെ ഈ കുട്ടികൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇവരുടെ എനർജി ലെവൽ ലോ ആണ്. സാധാരണ നമ്മൾ മനുഷ്യരിലുണ്ടാകുന്ന പ്രൊഫഷണൽ ജലസി, അസൂയ, കോമ്പറ്റീഷൻസ്, പിന്നെ നമ്മളൊരു തെറ്റ് കാണിച്ചിട്ട് അത് മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഞാൻ ഉറപ്പിച്ച് പറയാം. എൻ്റെ ഈ 45ഓളം അടുത്ത വർഷങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്ന നിങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ടാവും. അതുകൊണ്ട് കാരണം ബൈബിളിലും ഖുറാനിലും എല്ലാത്തിലും പറയുന്നുണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടുപോയ സ്ത്രീകളെ ഉപദ്രവിക്കരുതെന്ന്. നമ്മളിതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഫോളോ ചെയ്യാൻ തന്നെയല്ലേ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങളിത് ഇതിനെക്കുറിച്ചൊരു അവെയർനെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നുകിൽ അവരെ സമാധാനമായിട്ടൊരു അന്തരീക്ഷത്തിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ദൈവം നമ്മൾക്ക് വായു, വെള്ളം, ആഹാരം, ഇത്രയും പക്ഷി മൃഗാദികൾ, ഇത്രയും സസ്യങ്ങൾ, ഇത്രയും ചെറിഷായിട്ടുള്ളൊരു സ്വർഗമാണ് ഭൂമി. അത് നമ്മൾക്ക് ജീവിക്കാൻ തന്നിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളൊരു സഹജീവിയെ നമ്മൾ കരുതണ്ടേ? അപ്പോൾ ഇവർക്ക് എനർജി ലെവൽ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒന്നുകിൽ നിങ്ങൾ ഇവരുടെ അടുക്കലെ അവരെ അടുപ്പിക്കണ്ട, തീർന്നല്ലോ പ്രശ്നം, അവരെവിടെയും പോയി രക്ഷപ്പെട്ടോട്ടെ. ഇനി നിങ്ങളിലേക്ക് ഇവർ വരുവാണെങ്കിൽ പ്ലീസ്, ഒരാൾ നമ്മുടെ ജീവിതത്തിൽ മരിച്ചു പോകുന്നതിനേക്കാൾ വേദനയാണ് ഒരാൾ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും. നമ്മളവരെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഒരമ്മയ്ക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത തൻ്റെ കുഞ്ഞിൻ്റെ അപ്പനെ നഷ്ടപ്പെടുന്നത്. 14 വർഷം എടുത്തു ഞാൻ, 14 വർഷം എൻ്റെ ബിറൈവ്മെൻറ്റ് ടൈം. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഇട്ടേച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന ഓവർകം ചെയ്യാൻ. എന്നെ ഇട്ടേച്ച് പോയിട്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. എൻ്റെ കുട്ടി അവസാനം ഞാൻ തോറ്റു. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്. വി നീഡ് 4 hugs എ ഡേ ഫോർ സർവൈവൽ. വി നീഡ് 8 hugs എ ഡേ ഫോർ മെയിൻ്റനൻസ്. വി നീഡ് 12 hugs എ ഡേ ഫോർ ഗ്രോത്ത്. നിങ്ങൾക്ക് ഇപ്പം കുട്ടികൾക്ക് അപ്പനില്ല, ഇപ്പോൾ എന്തുകൊണ്ടോ അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ഓഷോയുടെ ബുക്ക് വായിച്ചാൽ നമുക്ക് ആണുങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇവർക്ക് ഒരു പ്രത്യേക രണ്ടുപേരെയും നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന 2 രീതിയിലാണ്. അപ്പോൾ ഈ കുട്ടികളെ നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കുക. 2 പേരുടെ സ്നേഹവും കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ സാറ്റർഡേ സൺഡേസേ ഇപ്പോൾ കുട്ടി വരുമ്പോൾ അവനിങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് വന്ന ഉടനെ അപ്പോൾ ഞാൻ ബാഗ് മേടിച്ച് വെച്ചിട്ട് ഇവനെ കെട്ടിപ്പിടിക്കും. അത് അവന് നൽകുന്ന കാര്യങ്ങൾ എന്തെങ്കിലെന്ന് വെച്ചാൽ, ഹഗ്ഗിങ് ഈസ് ഹെൽത്തി, ഇറ്റ് ഹെൽപ്സ് ദ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ഈ കെട്ടിപ്പിടുത്തം ഇമ്പ്രൂവ് ചെയ്യുക. ആരെയും പോയി അപ്പുറം ഇപ്പുറം ഉള്ളവരെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം പറയരുതേ, ദയവ് ചെയ്ത്. ആരോഗ്യകരമായ കെട്ടിപ്പിടുത്തം. ഞാൻ എപ്പോഴും
സന്തോഷത്തോടെ നമ്മുടെ സിനിമാ നടി ശ്വേതയെ കണ്ടിട്ടുണ്ടോ, ആക്ട്രസ്? അവരെ കളങ്കമില്ലാത്ത മനസ്സാണ്. ആക്ച്വലി ഷീ ഈസ് ഇംപ്രൂവിങ് ദ ഇമ്മ്യൂണിറ്റി. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് യു ഹാവ് ടു ഹഗ് എ വിമൺ വിത്തൗട്ട് ഹർ പെർമിഷൻ, ഓർ ഹഗ് ഒരു പുരുഷനെ അയാളുടെ പെർമിഷൻ ഇല്ലാതെ. നമുക്ക് ഒരു പെർമിഷൻ ഉണ്ട്, ഒരു ബോഡിയുടെ ഇത്ര കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ അവരുടെ പെർമിഷൻ വാങ്ങിക്കണമെന്നുണ്ട്. പിന്നെ ഇറ്റ് കീപ്സ് യു ഹെൽത്തിയർ, ഇറ്റ് ക്യൂവേഴ്സ് ഡിപ്രഷൻ, ഇറ്റ് റെഡ്യൂസസ് സ്ട്രെസ്സ്. കണ്ടോ, ഒരു ഹഗ് നമ്മുടെ ഡിപ്രഷൻ കൊടുക്കും, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും, ഇറ്റ് ഇൻഡ്യൂസസ് സ്ലീപ്പ്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ചിക്കൻ സൂപ്പ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ എഴുതിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് റിജുവനേറ്റിംഗ് ആൻഡ് ഇറ്റ് ഹാസ് നോ അൺപ്ലസൻറ്റ് സൈഡ് എഫക്റ്റ്. ഈ ഹഗ്ഗിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ആൻഡ് ഒരു മിറക്കിൾ ഡ്രഗാണ്. കമൽഹാസൻ്റെ ഒരു സിനിമയുണ്ട്, അത് അറിയാവുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഈ വീഡിയോയുടെ താരം മെസ്സേജ് ചെയ്തേക്കണേ, എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. അത് ഈ ഹഗ്ഗിങ് എന്ന് പറഞ്ഞത് നാച്ചുറലാണ്, ഓർഗാനിക്കാണ്, ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇല്ല ഇതിനകത്ത്, ഭക്ഷണത്തിലെ പോലെ. പ്രാക്ടിക്കലി പെർഫെക്റ്റായ ഒരു കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത്, നമുക്ക് നല്ല എനർജി കിട്ടും. പിന്നെ ഇങ്ങനെ കുറേ പേയ്മെൻറ്റ്സ് കൊടുക്കേണ്ട, ഇൻഷുറൻസ് റിക്വയർമെൻറ്റ്സ് ഇല്ല, പിന്നെ ടാക്സ് കൊടുക്കേണ്ട. കെട്ടിപ്പിടിക്കുന്നതിന് ടാക്സ് കൊടുക്കണോ? പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല, റിട്ടേണബിളുമാണ്. അപ്പോൾ ഈ നമ്മുടെ ഇപ്പം വീട്ടിൽ കുറച്ച് കുട്ടികൾ, ടീനേജേഴ്സ് എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ അവർ പെട്ടുപോയതാണ്. ഇപ്പോഴത്തെ കാലം അങ്ങനെ, കലികാലം. ഇതിലൊന്നും പെട്ടുപോകാതിരിക്കുന്നെങ്കിൽ, എൻ്റെ പഴയ മനസ്സാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള 2 അമ്മമാരുണ്ട്. ഈ 2 അമ്മമാരുടെയും കയ്യിൽ ആയുധമൊന്നുമില്ല. ഇയേഴ്സ് ബാക്ക് ഞാൻ കണ്ടതാണ്. ഒരാൾ ക്രിസ്ത്യനും ഒരാൾ ഹിന്ദു. ഒരാൾ രാമായണവും കൈ പിടിച്ചു, ഒരാൾ ബൈബിളും കൈ പിടിച്ചു. അവരുടെ കുട്ടികളെ ഇത് രണ്ടും പഠിപ്പിച്ചു. ഗോഡ്സ് ഗ്രേസ് അവരുടെ മക്കളെല്ലാം ഇപ്പോഴും ഹെൽത്തിയായി ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ഡ്രഗ് അഡിക്ട്സ് ആയില്ല. അതിൽ ബൈബിൾ വായിച്ച ആളുടെ മകൻ പുരോഹിതനായി. 2 കുട്ടികളും ആ അമ്മ രാത്രിയേറെ 2 മണി 3 മണിക്ക് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ 2 മണിക്കും 3 മണിക്കൊക്കെ ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രാമായണം വായിക്കുന്ന ആൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ കല്യാണം വരാൻ വേണ്ടിയിട്ട്, ഈ രാമായണം വായിച്ച ആൾ 5 പൈസയുടെ നിവർത്തിയില്ലായിരുന്നു. അപ്പോൾ ലൈക്ക് പുവർ ഫാമിലി. അപ്പോൾ പുവർ ഫാമിലി എന്നൊക്കെ പറയും കേട്ടോ, പുവറൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, കുട്ടികളുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് രാമായണത്തിൽ സീതയുടെ കല്യാണത്തിൻ്റെ പോർഷൻ എപ്പോഴും വായിക്കും. ആ നാട്ടിലെ നല്ല 3 ഫാമിലിയിൽ നിന്ന് തന്നെ ഈ കുട്ടികൾക്ക് നല്ലൊരു, ആൻഡ് വിത്തൗട്ട് ഡവറി. ചില പ്രശ്നങ്ങളൊക്കെ വരും സാധ്യത. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നന്നാവും അവരെ. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയവർ വലിയൊരു ഫേസിലൂടെ കടന്നു. ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും കണ്ടു. അവരാരും സൈക്കാട്രിക് പേഷ്യൻസ് ഒന്നും അല്ലെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് പിന്നെ ജീവിതം ഇല്ലാണ്ടാവുക. നമുക്ക് ഹസ്ബൻഡിനെയൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ ഈ കുട്ടിയുടെ ബയോളജിക്കൽ പാരൻറ്റിനെ നമുക്ക് വേറെ കിട്ടില്ല. ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റാത്ത നമ്മുടെ ചങ്കിൽ കത്തിയിട്ട് കുത്തുന്ന പോലെ തോന്നും നമ്മുടെ കുട്ടിയെ കളഞ്ഞിട്ട് അതിൻ്റെ അപ്പൻ പോകുമ്പോൾ. പുരുഷൻ്റെ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്കും ഉണ്ടാവും, പക്ഷെ എനിക്കത് ഞാൻ എങ്ങനെ അവരുടെ വിഷമം എന്ന് പറയാൻ ഒരു പുരുഷന് മാത്രമല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് വീട്ടിൽ പ്രൊട്ടക്ഷനുണ്ട്, ഓഫീസിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, യു പീപ്പിൾ ആർ എൻജോയിങ്. അപ്പോൾ ഇതൊന്നും കണ്ണടച്ചിട്ട്, ഇനി ഇതിൽ കൂടുതൽ കുറച്ച് അത്രയും ഭീകരമായതുകൊണ്ട് പറയണേ, നിങ്ങൾ ഈ സേട്ടാ
അതിങ്ങെടുത്ത് തരൂ, സേട്ട അവിടെ പോകും. ഈ സേട്ടൻ അങ്ങ് ചത്തുപോയാൽ എന്തോ ചെയ്യും നമ്മൾ? കണ്ണടച്ചിട്ട് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഈ ഫാമിലി ഇല്ലാത്തവൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ. കണ്ണടച്ചിട്ടൊന്ന് ചിന്തിച്ചേ. നമ്മുടെ ചുറ്റും ആരുമില്ല. ഇനി ഒരു കല്യാണം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇമേജ് പോയി. ആർക്ക് എന്തൊക്കെ വേണേലും പറഞ്ഞുണ്ടാക്കാം, മനസ്സിലായോ? എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാം. അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നവരോട് നിങ്ങൾക്ക് ഈ രണ്ടുപേർ തമ്മിൽ ജീവിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ ബെഡ്റൂമിനകത്തും അവരുടെ വീടിനകത്തും അവരനുഭവിച്ച് തീർന്നതുമായ ദുരിതങ്ങൾ നിങ്ങൾക്കറിയില്ല. അറിയില്ലെങ്കിൽ അതിനകത്ത് അഭിപ്രായം പറയരുത്. പറയുമ്പോൾ എന്ത് പറ്റും? നാളെ നിങ്ങളുടെയോ മകനെയോ മകളെയോ തിരിച്ചതുപോലെ ആരെങ്കിലും അഭിപ്രായം പറയും. കർമ്മമാണ്. It's a boomerang. It always returns back. Please. Okay, bye-bye. It's little chit-chat. എന്താ പറയുന്നത്, എൻ്റെ സ്ട്രെസ്സും കുറച്ച് കുറയും. നമ്മൾ ഈ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടാവും ഇതൊക്കെ കേട്ടിട്ട്. അമ്മമാരോട് ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ നിന്ന് ഈ സൈക്യാട്രിക് ഡിസോർഡേഴ്സിനും ഈ ഡി അഡിക്ഷനും ഒക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, ഈ മരുന്നുകൾ ഇവർ പിന്നെ പ്രോപ്പറായിട്ട് കഴിക്കില്ല. അത് നിങ്ങൾ ഇതിൻ്റെ അകത്തൂടെ ഞാൻ വേറൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെയുള്ള മെഡിക്കൽ സകല കാര്യങ്ങളും, ഈവൻ BP-യുടെ മെഡിസിൻസ് പോലും, അതായത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു നെക്ക് പെയിനിന് ഒരു ഗുളിക എടുത്തിരുന്നു. ഈ ഗുളിക വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുന്ന ഗുളികയാണ്. അപ്പോൾ ഇത് നിർത്തേണ്ട രീതി, അത് ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ പകുതിയാക്കി കുറച്ച് ദിവസം കഴിക്കുക, പിന്നെ അത് കാലാക്കുക, നിർത്തുക. ഇത് അറിയാത്ത ഒരു ആൾ എന്നോട് അന്ന് തന്നെ നിർത്താം, ഞാൻ കാണാൻ പോയപ്പോൾ നിർത്താൻ പറഞ്ഞു. ഇത് ഫാർമക്കോളജി നല്ല പഠിച്ച ഒരാളോട് ഞാൻ പോയി ചോദിച്ചു, ഇതിങ്ങനെ നിർത്തിയല്ലോ. പറഞ്ഞു അങ്ങനെ നിർത്തരുത്, പകുതി ഒന്ന്, അങ്ങനെ ഒന്നാണെങ്കിൽ പകുതി, പിന്നെ അങ്ങനെ നിർത്താവും. ഈ സൈക്യാട്രിക് മെഡിസിൻസ്, ഇവിടുന്ന് കൊടുക്കുന്ന മെഡിസിൻസ്, ഈവൻ ആൽക്കഹോൾ പോലും അഡ്വാൻസ് പെട്ടെന്ന് നമ്മൾ നിർത്തിയാൽ നമ്മൾ വിപരീതമായിട്ട് അവരോട് ആർഗ്യൂ ചെയ്യാതിരിക്കുക. ആ സമയത്ത് തിരിച്ച് ആർഗ്യൂ ചെയ്യാതിരിക്കുക. ഒരാൾ ക്ഷമയോടുകൂടി ഏത് പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളെയും, ഒരു ഫാമിലി മെമ്പറല്ലേ, പുറത്ത് കൊണ്ടുവരാനൊന്ന് ശ്രമിക്കാം നമുക്ക്. ഓക്കെ, ബൈ.